ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അതും സാറ്റൻ റിബൺ കൊണ്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അതായത് നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ പിങ്ക് കളർ, അതെനിക്ക് ഏറെ ഇഷ്ടമുള്ള, എപ്പോഴും ഞാൻ പറയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ഡാർക്കും ലൈറ്റും എല്ലാം പിങ്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നിശ്ചിതമായിട്ടുള്ളൊരു നീളം, എനിക്ക് എത്രയാണ് അളവെന്നൊന്നും പറയാൻ വയ്യ, പക്ഷേ നിശ്ചിതമായിട്ട് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ട് പീസ് റിബണും കൂടി ചേർത്ത് ഒട്ടിച്ച് വെച്ചാൽ നമ്മൾ ഏത് ഫ്ലവർ ചെയ്യുന്നതിനും അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് വീതിക്ക് നല്ല ഫ്ലവർ, കുറച്ച് വലിയ ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് വെച്ചാൽ വീതി കുറവായതുകൊണ്ട് ചെറിയ സൈസ് ഫ്ലവേഴ്സേ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ രണ്ടെണ്ണം ഒട്ടിച്ചൊട്ടിച്ച് നമ്മൾ കണ്ടില്ലേ, ഒട്ടിച്ച് വെച്ചിട്ട് ഷേപ്പ് കട്ട് ചെയ്തിരിക്കുന്ന ഒരു ലീഫിൻ്റെ ഷേപ്പിലാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പമാണ്. കണ്ടില്ലേ, ലീവ്സിൻ്റെ ഷെയ്ഡ് രണ്ടെണ്ണവും കൂടി ചേർത്ത് ഒട്ടിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ കണ്ടില്ലേ ഒരു ഇലയുടെ ഷേപ്പാണ് ചെയ്തിരിക്കുന്നത്. ഏത് സാറ്റൻ റിബൺ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ലൈറ്ററാണ്. ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കണ്ടില്ലേ ഒന്ന് വലിച്ചതൊന്ന് അത് ചുരുണ്ട് വരും. ആ ഒരു ഷേപ്പ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഫ്ലവർ ചെയ്യുന്നതിന് ഒരേ ഒരു പെറ്റൽ മാത്രം മതി. പക്ഷേ നല്ല മനോഹരമായിട്ടുള്ളൊരു ഫ്ലവറാണ്. കണ്ടില്ലേ, ഒന്ന് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചാൽ, ഒരുപാട് ഇനി വലിച്ചാൽ ചിലപ്പം കംപ്ലീറ്റ് അത് നല്ല അതിൻ്റെ ആ ത്രെഡ് ഇനി പുറത്തോട്ട് വരും. അപ്പോൾ അത് വേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ ആ ഒരു സിഗ്സാക്കായിട്ടുണ്ട്. ആ ഒരു നല്ല സിഗ്സാക്ക് ഇങ്ങനെ നമ്മൾ വെറുതെ ചുരുട്ടി വെക്കുന്ന ഫ്ലവറാണ്. ആർക്കും ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ബാക്കിലോട്ടൊന്ന് ഫോൾഡ് ചെയ്യാനുണ്ട്. ബാക്കിലോട്ട് ഫോൾഡ് ചെയ്യണമെങ്കിൽ ആ ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിലോട്ട് അത് ഫോൾഡായിട്ട് വരും. ഇനി ആ സെൻറ്ററിലോട്ട് കുറച്ചൊന്ന് മറ്റേ ഇതുപോലെ ഒരുപാട്, ഇതിപ്പോൾ ഒരു 7-8 ഫ്ലവറിന് വേണ്ടിയിട്ട് ഒരു 7 ഫ്ലവറോളം ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ഷേപ്പാക്കി കട്ട് ചെയ്തതിന് ശേഷം ആ ലൈറ്റർ യൂസ് ചെയ്ത് വെറുതെ ഒന്ന് പെട്ടെന്ന് ചൂടാക്കി കൊണ്ടുപോകണം. കാരണം ഇതൊരു സാറ്റൻ റിബൺ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചുരുണ്ട് പോകാനും ഇടയുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്, അതാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം കൂർത്തു ഇരിക്കണം, താഴത്തെ ഭാഗം കുറച്ച് പ്ലെയിനായിട്ട് ലൈനായിട്ട് കണ്ടാൽ മതി. കണ്ടില്ല, ഒരു ഓവൽ ഷേപ്പ്, ഒരു റാ ഷേപ്പിന് താഴെയും കട്ട് ചെയ്ത്, മുകളിലെന്ന് പറഞ്ഞാൽ നമ്മളൊരു വി ഷേപ്പ്, ഒരു എ ഷേപ്പിന് വേണ്ടിയിട്ട് അതും കട്ട് ചെയ്ത്, ഈ ഒരു ഷേപ്പ് തന്നെയാണ് ലീവ്സിൽ നമ്മൾ ചെയ്ത. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വെറുതെ ഇരിക്കും, നമുക്ക് ഇതിൻ്റെ പല കളറുകൾ ചെയ്ത് ഒരു കൂട്ടത്തോടെ നമുക്ക് ചെയ്ത് വെക്കാം. ഇനി അതേപോലെ തന്നെ നമ്മൾ ലീവ്സും അതേ ഷേപ്പാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ലൈറ്റർ യൂസ് ചെയ്ത് അതൊന്ന് നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്നുണ്ട്, അത് മധ്യത്തോട്ടൊന്ന് കുഴിഞ്ഞിരിക്കാനായിട്ട് ചെറുതായിട്ട് ചൂടാക്കിയതേ ഉള്ളൂ. പെട്ടെന്ന് ചൂടാക്കണം. പെട്ടെന്ന് നമ്മൾ ഈ ഒരു ചെയ്യുന്നതെല്ലാം നിമിഷ നേരം കൊണ്ടായിരിക്കണം. കാരണം ആ ഒരു ലൈറ്ററിൽ ആ ഒരു തീനാളമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് കയറി എല്ലാം കൂടി ചുരുണ്ടങ്ങ് പോയിട്ടുമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് ഒരു ലീവ്സ് പെട്ടെന്ന് തന്നെ ചുരുണ്ട് നമ്മുടെ കയ്യിലോട്ട് ഒട്ടിപ്പിടിക്കാൻ അത് മതി. അതുകൊണ്ട് ലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം. ഒന്ന് ഓടിച്ച് പോകാൻ മാത്രമേ ചെയ്യാവൂ. ഇത് കണ്ടില്ല, ആ ഫോൾഡ് ചെയ്ത് ആ ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു ലൈറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇത് ആ ലീവ്സിന് കണ്ട ഇതുപോലെ വലിക്കപ്പോൾ അത് അങ്ങനെ കിടക്കുന്ന നല്ല ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും നമ്മൾ ആ ഒരു ലൈറ്റർ യൂസ് ചെയ്ത് അതിനെ അങ്ങനെ വളച്ചെടുക്കുമ്പോഴത്തേക്ക്. ഇനി ഇത് സെൻറ്ററിലോട്ട് അതിൻ്റെ ആ ഒരു ഞരമ്പെടുക്കാനായി, ഒരു ലീവ്സിൻ്റെ ഞരമ്പെടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. പക്ഷേ ഇതിലും എളുപ്പത്തിൽ ഞാൻ മുമ്പ് ആദ്യമേ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇതെനിക്ക് അത്ര ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ഇത് ആ ചൂടാക്കിയിട്ട് നമ്മൾ ആ ഞരമ്പിൻ്റെ ലൈനിന് വെച്ച് കൊടുത്തതാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലൈറ്ററിൽ ബാക്ക് മടക്കി ലൈറ്റർ പിടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് തോന്നിയത്. ബാക്ക് തിരിച്ചിട്ട് വേണം ആ ഒരു ഓരോ സൈഡിൽ ആ ഒരു ഞരമ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടായി പോയാൽ ആ നിമിഷ നേരം കൊണ്ട് തന്നെ ആ ലൈൻ അങ്ങ് വീഴുകയും ചെയ്യും. അത്ര സ്പീഡിനത് ചെയ്യും. കാരണം ഇത് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഈ ലൈറ്റർ യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഈ ലൈറ്റർ യൂസ് ചെയ്ത ഈ ലീവ്സുകൾ കാണാൻ നല്ല ഭംഗിയില്ലേ,
നല്ല ഭംഗിയാണ് ആ ഒരു ലീവ്സിന്. നമ്മൾ സാധാരണ കട്ട് ചെയ്ത് ഇടുന്ന കണക്കല്ല, ഓരോ ഞരമ്പും അതിൻ്റെ പ്രത്യേകതയോടുകൂടി നമ്മൾ ഇതുപോലെ മടക്കി അതുപോലെ തന്നെ ലൈറ്റർ യൂസ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ്. അതിൻ്റെ ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഒറിജിനാലിറ്റി. അത് വളഞ്ഞ് തിരിഞ്ഞ് കിടക്കുകയും ചെയ്യും. ഇനിയെന്ന് പറഞ്ഞാൽ ആ സെൻറ്റർ, നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കണ്ടില്ലേ ചുറ്റി ആ ഒരു കമ്പി എടുത്ത് ആ ഒരു യെല്ലോ പിന്നെ സാറ്റൻ റിബൺ ചുറ്റി നല്ലതുപോലെ ടൈറ്റായിട്ട് ചുറ്റി ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ആ ചെയ്തിരിക്കുന്നത്. ഇനിത് സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിനി ഫ്ലവർ മേക്കിംഗ് ചെയ്യാൻ പോവേണ്ടത് ചുറ്റി വരിക. കണ്ടില്ലേ, താഴോട്ട് നമ്മൾ ഗ്ലൂ യൂസ് ചെയ്ത് B7000 ആണ്. കണ്ടില്ലേ, വെറുതെ ചുറ്റി വെക്കുന്നതേ ഉള്ളൂ. ഇതാണ് നിമിഷ നേരം കൊണ്ട് ഈ ഒരു ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല ഒരെണ്ണമല്ല, എന്താ പറയുക, ഒരു ബൊക്കെ ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. ഏതെങ്കിലും ഫങ്ഷനുകളോ അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ നമുക്കത് കൊണ്ടുപോയി കൊടുക്കാനും പറ്റും. അതുപോലെ ഹൗസ് വാമിങ്ങിനൊക്കെ നമുക്കിത് ഒരുപാട് ചെയ്തെടുക്കാം നിമിഷ നേരം കൊണ്ട്. ഒരേ ഒരു പെറ്റൽ കൊണ്ടാണ് നമ്മൾ ഒരു ഫ്ലവർ ചെയ്യുന്നത്. അത് കണ്ടില്ലേ, നല്ല മനോഹരമായി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റിയെന്നുള്ളത്. അതിൽ ഷേപ്പ് കണ്ടില്ലേ, ബാക്കിലോട്ടൊന്ന് വളഞ്ഞ്, ഏറ്റവും ബാക്കിലോട്ട് ആ ഒരു ടോപ്പ് ഭാഗം ഒന്ന് ബാക്കിലോട്ട് വളഞ്ഞു ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ലൈറ്റർ യൂസ് ചെയ്തതാണ്. ഇനി ഇതെല്ലാം നമ്മൾ ഗ്രീൻ ടേപ്പ് കൊണ്ട് ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കണം, അല്ലെങ്കിൽ അത് ഇളകി പോവും. ആദ്യം നമ്മൾ ആ പിടിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇറുക്കി പിടിച്ച് ചെയ്താൽ ഒരു കാരണവശാലും ആ ഒരു ടേപ്പ് അതിൽ നിന്ന് ഇളകി പോകാൻ സാധ്യതയില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ ആ ലീവ്സ് കട്ട് ചെയ്ത ലീവ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഓരോ അതായത് ഗോൾഡൻ വയർ എടുക്കുമ്പോഴും അതിൽ നമ്മൾ ചുറ്റി, അതായത് ഗ്രീൻ ടേപ്പ് ചുറ്റി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം 4 ലീവ്സിനാണെങ്കിൽ 4 ഗോൾഡൻ വയർ കട്ട് ചെയ്ത് ഞാനത് ടേപ്പിൽ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒട്ടിച്ചു എടുത്ത് കഴിഞ്ഞു. ഇനിയെന്ന് വെച്ചാൽ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടാണ് നമ്മളത് ആ ഒരു ഫ്ലവറിൻ്റെ അത് നമ്മൾ B7000 എന്ന ഗമ്മ് കൊണ്ട് അത് നല്ലതുപോലെ ചുറ്റിയതിന് ശേഷം ഓരോ ടേപ്പ് എടുത്ത്, ടേപ്പ് എന്ന് വെച്ചാൽ ടൈറ്റായിട്ട് വെച്ചാൽ അതുപോലെ നമുക്കത് ചുറ്റി വരിഞ്ഞ് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, സിമ്പിളായിട്ടാണ്. എത്ര ഫ്ലവർ വേണമെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരേ ഒരു പെറ്റൽ കൊണ്ടാണ് ഇത്രയും ഫ്ലവറുകൾ റെഡിയാക്കിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. മറ്റുള്ള ഫ്ലവർ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പെറ്റൽസും റൗണ്ട് ചെയ്ത് ഒട്ടിച്ചല്ലേ എടുക്കേണ്ടത്. ഇത് നിമിഷ നേരം കൊണ്ട് നമുക്ക് എന്ത് മനോഹരമായിട്ടുള്ള ഫ്ലവറാണ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. ഗിഫ്റ്റായിട്ട് നമുക്ക്, പ്രസൻറ്റേഷനായിട്ട് നമുക്ക്